The limit. Hi, how are you? I'm Sanjay Lal. You can call me. അവനെ ഞാൻ Spain? Argentina? Where are you from? ശരിയടാ, ഇനി അവൻ ഒരു പെണ്ണിനെ കൂടെ ശല്യം ചെയ്താ ഞാൻ പോയി അവനോട് ചോദിച്ചോളാം. കൺഫേം ആണല്ലോ. ഉറപ്പായി ഞാൻ പോയി ചോദിച്ചോളാം. Hello, my name is Sanjay Lal. You can call me Sanju. This is my bar. Hi. What is your name? Hi, Natalia. We are made for each other. We both get married and settle down there. നീ മിലിറ്ററിക്കാരനോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പേര് മിലിറ്ററി എന്നാ? ആണെങ്കിൽ You please sit down. എഴുന്നേക്കടാ. എടാ എന്തിനാ എന്നെ തല്ലുന്നത്? എന്താ പ്രശ്നം? കാര്യം പറഞ്ഞിട്ട് തല്ലടാ. എന്താ പ്രശ്നം? ഇനി ഏതെങ്കിലും ഒരു ഫോറിൻ പെണ്ണിന്റെ പുറകെ പോയാ ആദിതി ദേവോ ഭവ. അടിച്ച് ഓഫായോ? ഒരു സ്ഥലവും ബാക്കി വെച്ചില്ല. സഞ്ജു, മരുമോനെ എന്തുവാടാ ഇതൊക്കെ? എന്തൊരു ഇടിയാ അവന്മാർ ഇടിച്ചത്. അതെ, ആ പോയ പെണ്ണ് ദുബായ് ഷേക്കിന്റെ ആരെങ്കിലും ആണെങ്കിൽ ഈന്തപ്പനെ കെട്ടിയിട്ട് നിന്നെ കട്ട് ചെയ്ത് കളയോര്. എപ്പോ നോക്കിയാലും ഫോറിൻ പെണ്ണെന്നൊരു ചിന്തയുള്ളൂ. മാമ, എനിക്ക് നിങ്ങളെ പോലെ ഇവിടെ കുപ്പത്തൊട്ടി കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫോറിൻ ഫിഗറിനെ വളച്ചു കെട്ടാതെ വേറെ വഴിയേ. മരുമോനെ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ പ്രേമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ. എന്നാൽ കല്യാണം കഴിക്കാൻ വളരെ ഈസിയാ. പക്ഷെ ഫോറിൻ പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഒരു പാടുമില്ല. കല്യാണം കഴിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും. എന്റെ അച്ഛനും നിങ്ങൾ മൂക്കില് വിരല് വെക്കുന്ന മാതിരി എമി ജാക്സനെ ഞാൻ കല്യാണം കഴിക്കും. അതിന് നീ മൈക്കിൾ ജാക്സനെ പോലെ ഇരിക്കണം. മൂക്കും തുമ്പത്താ നിനക്ക് ദേഷ്യം. അതാ അവന്മാര് മൂക്കിടിച്ച് പരത്തിയത്. നിന്റെ അച്ഛനെ വിളിക്കുന്നത്, എടുത്ത് സംസാരിക്കും. ഇങ്ങനെ കൊണ്ട് പറ. മോനെ, നിന്റെ അനിയത്തി അനിതയ്ക്ക് കാലിൽ ഒരു ആക്സിഡന്റ് പറ്റി. ഉടനെ ഒരു 5000 രൂപ വേണം. അങ്ങനെയാണോ? അവക്കൊന്ന് ഫോൺ കൊടുക്കും. അത് അവള് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. അത് ശരി. എന്നാ ഡോക്ടറിന്റെ ഫോൺ കൊടുക്കും. ഡോക്ടറല്ല മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്. നഴ്സ്, കമ്പൗണ്ടർ, അങ്ങനെ അവിടെയുള്ള ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ കൊടുക്കുക. അല്ല മോനെ, നിനക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലടാ. ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങളെ മാത്രം വിശ്വാസമില്ല. ഫോൺ പോയി. എന്താ വിശ്വസിച്ചോ? പോവിടുന്ന്. നിന്റെ ചേട്ടന് നിന്നോട് സ്നേഹമില്ല. എനിക്കാണെങ്കിൽ കുറച്ച് കാശ് ആവശ്യമായിരുന്നു. അച്ഛനോട് കുറച്ചും കൂടി മര്യാദയ്ക്ക് സംസാരിക്കടാ. നാട് മുഴുവൻ കടം വാങ്ങി നടക്കുന്ന ഒരുത്തനെ ആരും ബഹുമാനിക്കില്ല, സ്വന്തം മോനായാലും. ഈ മാസത്തെ അലവൻസ് ഒക്കെ ഞാൻ നേരത്തെ അയച്ചു കഴിഞ്ഞു. കാശ് മാത്രം അയച്ചു കൊടുത്താൽ മതിയോ? നാട്ടിൽ പോയിട്ട് എത്ര നാളായി? അത് നിന്റെ അനിയത്തി നിന്റെ വീടുവാ. വീട് നിങ്ങളുടെ ചേച്ചി, അതായത് എന്റെ അമ്മ മരിച്ചു പോയതോടെ എല്ലാം തീർന്നു. ഇപ്പൊ ഉള്ളത് അഡ്രസ് മാത്രമാ. നിങ്ങളുടെ ആളിയൻ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മടിയിലിരുത്തി കൊഞ്ചിച്ചേനെ. അതിന് പകരം എന്നെ മിലിറ്ററി സ്കൂളിൽ കൊണ്ടേ ചേർത്തു അയാള്. ഒരു ദിവസം പോലും എന്നെ കുറിച്ച് ചിന്തിച്ചു. നിന്റെ അച്ഛന് നിന്നോട് വലിയ സ്നേഹമാ. നിങ്ങളുടെ ആളിയൻ പുരാണോ നിർത്ത്, എന്നിട്ട് ഉറങ്ങോട്ട് ഒഴിക്കും. ഇല്ല പ്ലീസ് മാമ, ഉറക്കം വരുന്ന. അവരടിക്കും മുമ്പ് പറയാൻ മേലായിരുന്നു ഞാൻ പട്ടാളക്കാരാണെന്ന്. അതിന് പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതിനു മുമ്പ് അവന്മാർ എന്നെ അടിച്ച് ഏറി നിർത്തി കളഞ്ഞു. അടിക്കുമ്പോ കുറച്ചടിക്കണം. എന്നാ നാളെ എന്റെ ബോധം തെളിഞ്ഞു കഴിഞ്ഞ എല്ലാം നീ മറക്കും. ഒരുത്തന്റെ മുഖം ഓർമ്മ കാണില്ല, പിന്നെ എന്ത് ചെയ്യാനാ? പിന്നെ അർദ്ധരാത്രിക്ക് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു. ഡിറ്റക്റ്റീവ് ആണോ? കാണാം. ജെന്റിൽമാൻ, നിങ്ങൾ ഓരോരുത്തരും ഒരു നല്ല ആർമി ഓഫീസറായി മാറാനുള്ള ട്രെയിനിങ് ആണ് ഇന്നിവിടെ തുടങ്ങുന്നത്. 1 വർഷത്തിന് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം വി വിൽ ബി വെൽക്കമിംഗ് യു സം ഓഫ് ദ ബെസ്റ്റ് ഓഫീസേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ആർമി. നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ വരുന്നത് മറ്റാരുമല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസർ മേജർ സഞ്ജയ് ലാൽ. പന്നിമതി തൻ കണ്ണമോ ഈ 1 വർഷം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓൾ ദി വെരി ബെസ്റ്റ് ജെന്റിൽമാൻ. ജയ് ഹിന്ദ്. Attention! Left turn. Second file, third person. വെളിയിൽ വാ. About turn. Third file, first person. ഇങ്ങ് വാ. Left turn. അങ്ങനെ എന്നെ മനസ്സിലായില്ല. സാർ, ആ തേർഡ് ഫയലിൽ നിൽക്കുന്ന 4th പേഴ്സണെ മറന്നുപോയി സാർ. മോനെ, നീ വാട കൂട്ടാ. ഞാൻ നിന്റെയൊക്കെ കാല് പിടിച്ച് പറഞ്ഞല്ലേ തല്ലല്ലേ എന്ന്. അതുകൊട്ടെ എന്റെ കാലിലടിച്ചതാരാ? എന്റെ കാലിനടിക്കാണ്. കാല് പൊക്കടാ.
അങ്ങനെ ഒരു 100 റൗണ്ട് ഓടിയിട്ട് വാ. എന്റെ ഷോൾഡർ അടിച്ച ആരാടാ? നീ ഫോറിനേഴ്സിനെ ശല്യം ചെയ്യല്ലേ? ഇവനാ ഇരിക്കും. ഒരു 100 റൗണ്ട് പോയിട്ടോ. ഇവരൊക്കെ ചെയ്ത് പോട്ടെ. ആ റോളിംഗിൽ വന്ന് എന്റെ വയറ്റത്ത് ചവിട്ടിയത് ആരാടാ? എടാ റോൾ ചെയ്ത് ചവിട്ടാ. അതെ ഇവനാ. വാ ഇങ്ങോട്ട്. അതേ റോളിംഗിലെ ഒരു 100 റൗണ്ട് പോടാ. സർ ഞാൻ നിങ്ങളെ കൈവച്ചില്ല. ഈ മൊത്തം സ്റ്റണ്ടിന്റെ കോർഡിനേറ്റർ നീയല്ലേ? അവനെ ഇടിച്ചു കൂട്ടാ, തൂക്കിയെടുത്ത് വെളിയേറാ, പിടിച്ചോണ്ട് അവനെ. ആബ്സല്യൂട്ട്ലി. നീ എന്താ ചെയ്യേണ്ടതെന്ന് Sir. വെച്ചാൽ ഈ ക്യാമ്പിൽ മൊത്തം 2000 പേരുണ്ട്. ഓരോരുത്തർക്കും രാവിലെ കാണുമ്പോൾ ഒരു ഗുഡ് നൈറ്റ്, ഉച്ചയ്ക്ക് കാണുമ്പോൾ ഒരു ഗുഡ് ഈവനിങ്, നൈറ്റ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്. ഓക്കെ അല്ലേ? ഇതെല്ലാം തെറ്റല്ലേ സാർ? നീ തിരുത്തിക്കോ. മനസ്സിലായില്ലേ? ഗുഡ് നൈറ്റ് മേജർ. ആ ഒരു ദിവസമല്ല, 365 ദിവസം. പോടാ. ഗുഡ് നൈറ്റ് സാർ. Boys, it's 4 a.m. Wake up. Are you ready for the challenge? Bye. Hey, മാമ, ആരുടെ കുഞ്ഞാ ഇത്? നഴ്സറി സ്കൂൾ തുടങ്ങിയോ? അല്ലടാ, അടുത്ത വീട്ടിലെ കുട്ടിയാ. എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതാ. കൊള്ളാലോ. മാമന് വേറെ അയ്യോ, പണിയൊന്നുമില്ല, കരയല്ലേ? അറിയല്ലേ? ആ വീട്ടുകാരെ കുറിച്ച് നിനക്ക് എന്തറിയാം? കഴിഞ്ഞ ആഴ്ച ഇതിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. അയ്യോടാ, കരയല്ലേ? എന്താ മാമി പറയുന്നത്? മോനെ, ഇവിടെ എല്ലാ വീട്ടിലും TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലൊട്ടൊടുക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒരുത്തന്റെയിലും 10 പൈസ കാണില്ല. എല്ലാം ക്രെഡിറ്റ് കാർഡല്ലേ. ഇവളുടെ അച്ഛനും അങ്ങനെ എന്തോ സംഭവിച്ചതാ. ചെലവ് കൂടിയപ്പോ കടം കയറി മുടിഞ്ഞു പോയി ചാടി. ഇവളെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് LIC ഓഫീസിൽ പോയിരിക്കുക. അയ്യോ പിടിച്ചേ, കുക്കർ വിസിലടിക്കുന്നു. ഇതാ വരുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭാര്യ കിടന്ന് ബഹളം വെച്ചേനെ. ഇപ്പൊ ദാ കുക്കർ കിടന്ന് പോകുന്നു. കരയാതെ. മോളുടെ അമ്മ ഇപ്പൊ വരുമല്ലോ. ഇപ്പൊ വരും കേട്ടോ. സുരേഷിന്റെ ഫ്ലാറ്റ് ഏതാ? അടുത്ത വീട്. വീട് പൂട്ടിയിരിക്കുന്ന ആളില്ലേ? ഇപ്പൊ വരും. ആ അത് തന്നെ സാറേ, ആ സൂയിസൈഡ് കേസ് സുരേഷ്. ഫ്ലാറ്റിൽ നിന്ന് ചാടി ചത്തില്ലേ, അവൻ തന്നെ. ശരി, ഇല്ല വരും വരും, ഓഫീസർ വരും. ഇപ്പൊ വിളിക്കാം. മാഡം, നിങ്ങൾ സുരേഷ് കുമാറിന്റെ വൈഫാണോ? അതെ സർ. ഓ, എത്ര തവണ നിങ്ങൾ ഫോൺ വിളിച്ചു? ഫോൺ വിളിച്ചിരുന്ന മാഡം എടുക്കില്ലല്ലേ? ഇല്ല സർ. നിങ്ങളുടെ കെട്ടിയൻ താഴേക്ക് ചാടി ചത്തപ്പോ ഫോണും കൊണ്ടാണോ ചാടിയത്? കടം മേടിച്ചപ്പോ പല്ലിളിച്ചും കൊണ്ടുവന്ന് മേടിച്ചല്ലോ. അങ്ങനെയൊന്നും അല്ല സർ. എന്തില്ല സാർ? ഉണ്ട് സാർ. കാശ് തന്നിട്ട് വർത്തമാനം പറ. വീട് ലോണില്, കാറ് ലോണില്. നാട്ടിൽ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്നുമില്ല സർ. ഒന്നുമില്ലാത്തൊരു കടം മേടിച്ച് കൂട്ടുമ്പോ ഓർക്കണം. സർ, എല്ലാരും നോക്കുന്നു. നോക്കട്ടെ. 2 മാസം സമയം തന്നു. ഞാൻ നിന്റെ കെട്ടിയന് ഇതുപോലെ സമയം ചോദിച്ചിരുന്നു, എന്നിട്ട് പോയി ചത്തു. ഇപ്പൊ നീയും സമയം ചോദിക്കുന്നു. നീ കൂടെ പോയി ചത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ആരോട് കാശ് ചോദിക്കും? കഥ തുറക്കണേ. നീ കഥ തുറക്ക്. കാശ് മുതലാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. കാശുണ്ടാക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാൻ നിനക്ക്. പെട്ടെന്ന് തുറക്കാൻ കൊണ്ട് എനിക്ക് പോയിട്ട് വരാൻ പണില്ല. എന്തിനാ കാണിക്കുന്നത്? ഞാനെന്റെ ജോലിയാണോ ചെയ്യുന്നത്? ജോലിയാടാ ഇത്? ജോലിയാടാ ഇത്? 5 ബാങ്കിൽ നിന്ന് 9,000 കോടി വാങ്ങി വിജയ് മല്യ വിദേശ രാജ്യങ്ങളിൽ ചുറ്റാൻ പോയിരിക്കുന്നു. അതൊന്നും തിരിച്ചു പിടിക്കാൻ നിനക്ക് നേരമില്ല. എന്നാൽ പാവപ്പെട്ട കൃഷിക്കാരന്റെ നാടക വീട്ടിൽ താമസിക്കുന്നവന്റെ ഓട്ടോ ഓടിക്കുന്നവന്റെ പഠിക്കാൻ വേണ്ടി ലോൺ എടുത്തവന്റെ കയ്യിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കാൻ നിനക്കൊക്കെ അറിയാലോ. തിരിച്ചു പിടിക്കാൻ കൊടുത്ത കടം തിരിച്ചു പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കടം വാങ്ങിക്കാനുള്ള ശീലം ഉണ്ടാക്കുന്നില്ലടാ. അതാണ് തെറ്റ്. നോക്ക്, ഞാനൊരു മിലിറ്ററിക്കാരനാ. ഇനി ഒരു തവണ നിന്നെ ഈ ഏരിയയിലെങ്ങാനും കണ്ടോ വായിൽ വെച്ച് കാഞ്ചി വലിക്കും ഞാൻ. പോടാ. എന്റെ ബൈക്ക് സർ. ബൈക്ക് സീസ് ചെയ്യാൻ നിനക്കൊക്കെ മാത്രമേ അറിയുള്ളൂ. ഫാക്സ് വന്നിട്ടുണ്ട്. ഫാക്സോ? എന്താ ഇതെല്ലാം? ഒട്ടും കൺട്രോൾ ഇല്ലാതെ ഒരു മിലിറ്ററി ഓഫീസറാണെന്ന കാര്യം മറന്നിട്ട് തോന്നിയ വസ്തുത്തിൽ നടക്കുകയാണോ? നന്നായി, നീ അവനെ പബ്ലിക്കായിട്ട് അടിച്ചത് ആരും വീഡിയോ എടുത്തില്ല. നീ എന്തിനാ എത്ര ഇമോഷണൽ ആവുന്നത്? ഒരു സാധാരണ SI എന്നോട് എത്ര ചോദ്യമാ ചോദിച്ചത്? നിന്റെ ഫോട്ടോ അടക്കമാ അവർ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ഐ എം റിയലി സോറി സർ. ഇത് നീ എന്നോട് 6ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. യു മേ ബി ഫിസിക്കലി ഫിറ്റ്, ബട്ട് സൈക്കോളജിക്കലി യു ആർ ടോട്ടലി അൺഫിറ്റ്. നിനക്ക് 6 ആഴ്ചത്തെ സമയം തരാം. അതിന്റെ ഉള്ളിൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് സൈക്കോളജിസ്റ്റിന് അടുത്ത് പോയി ആങ്കർ മാനേജ്മെന്റ് സെഷൻ പൂർത്തിയാക്കിയിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. എന്നാൽ മാത്രമേ ഈ അക്കാഡമിയിലേക്ക് നിനക്ക് പ്രവേശനമുള്ളൂ. ഗോട്ട് ഇറ്റ്? സർ, മൈ ഡിസിഷൻ ഈസ് ഫൈനൽ. ഡിസ്മിസ്ഡ്. എടാ, എന്നെ എപ്പോഴാണ് ഒന്ന് കല്യാണം കഴിപ്പിക്കുന്നത്? നീ ഒരു ആന്റിയെ കണ്ടുപിടിക്കും. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ അപ്പ നീ ബ്രേക്ക് പിടിക്കും. സോറി, നിങ്ങളുടെ ഡോക്ടർ ഇന്ന് ലീവാണ്. ഹായ്,
ഹൗ ആർ യു? ഐ ലവ് യു. ഇവന്റെ പേര് സഞ്ജയ്, ഡോക്ടറെ കാണാൻ വന്നതാ. ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങിക്കും. ഇതാ. ഡോക്ടർ രജി ദേവിക്ക് റെഫർ. ഗുഡ് നൈറ്റ് സർ. സഞ്ജയ് ലാൽ.